ഹായ് ഹലോ മക്കളെ, എല്ലാവർക്കും സുഖല്ലേ? അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഞങ്ങളിതാ കുടുംബത്തിലെത്തിയിട്ടോ. അമ്മയുടെ അടുത്താണ് ഞാനെന്തോ ഇനി ബേബി കേട്ടോ. അമ്മ ഇതാ രാവിലെ എണീറ്റിതാ ചോറിനുള്ള അരി കഴുകാണ്. അങ്ങനെ ഞാനിതാ ഉപ്പുമാവ് ഉണ്ടാക്കാനുള്ള ഉള്ളിയും മുളകും അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം അങ്ങനെ ഇതാ അമ്മ ചോറിനുള്ള അരിയൊക്കെ അടുപ്പത്തിട്ടു. അങ്ങനെ ചോറ് തിളച്ചു കേട്ടോ. ഇനി അമ്മ ഇതാ അതൊക്കെ കഴിഞ്ഞിട്ടാണ് മുറ്റടിക്കാൻ ഇറങ്ങിയത്. മുറ്റടിക്കാൻ പോയതും ധോനി ബേബി ഇതാ മുറ്റടിയൊക്കെ കണ്ടുകൊണ്ട് അതാ സ്റ്റെപ്പിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ, സിറ്റ് ഔട്ടിൽ. അപ്പം അങ്ങനെ ഞാനിതാ ഉള്ളിമുളകൊക്കെ അരിയൽ കഴിഞ്ഞിട്ട് ഇതാ ഉപ്പുമാവിനുള്ള റവ ഇതാ വറുത്ത് വെച്ചു കേട്ടോ. ഇനി ഉപ്പുമാവ് ഉണ്ടാക്കണം. അപ്പം ഉള്ളിമുളകൊക്കെ വാട്ടി ഇതാ കുറച്ച് വെള്ളവും, ഞങ്ങൾ രണ്ടുപേരല്ലേ ഉള്ളൂ, ഞാനും അമ്മയും മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കുള്ള റവ ഒരു പാക്കറ്റൊന്നും വേണ്ട, എന്നാൽ തന്നെ പകുതി മതി. അപ്പം അങ്ങനെ ഇതാ ഉപ്പുമാവൊക്കെ ആയി. ചായക്കുള്ള പാൽ ഇതാ തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് കറണ്ട് അടുപ്പിലാണ് വെച്ചത്. അപ്പം ഇനി ചായക്കുള്ള വെള്ളം ഗ്യാസിലും വെച്ചു കേട്ടോ. ഉപ്പുമാവായി ഇറക്കിയതും അങ്ങനെ ഇതാ ഇതിന് വെച്ചു, ഗ്യാസിൽ തന്നെ വെച്ചു ചായക്കുള്ളത് കേട്ടോ. അപ്പം അങ്ങനെ ഉപ്പുമാവൊക്കെ ആയി. ഇതാ ധോനി ബേബി അമ്മയും കഴിച്ചുകൊണ്ടിരിക്കുക. അമ്മ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ. അമ്മയ്ക്ക് തൊഴിലുറപ്പ് തുടങ്ങിയിരിക്കുകയാണ് പാവം. അപ്പോൾ ഇനി തൊഴിലുറപ്പിന് പോകണം. അപ്പോൾ സമയമാകുമ്പോഴത്തേന് നേരത്തെ പോകണ്ടേ. അപ്പോൾ അങ്ങനെ ഇതാ ധോനി ബേബിക്കുള്ള പിന്നെ ചോറൊക്കെ വാർത്ത് വെച്ചു. അമ്മ പോകുമ്പോൾ ചോറായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ചോറൊക്കെ വാർത്ത് വെച്ചു. ധോനി ബേബിനെ കുളിപ്പിച്ച് കഴിക്കാൻ കൊടുത്ത് അവളെ ഉറക്കി കിടത്തി. അപ്പോഴത്തേന് അമ്മ 10 മണിക്ക് വന്നു കേട്ടോ. 10 മണിക്ക് വന്നിട്ട് അമ്മ ചായയൊക്കെ കുടിച്ചിട്ട് അങ്ങനെ പോയി. പിന്നെ ഞാനപ്പോൾ കുറച്ച് തുണികളൊക്കെ ഉണ്ടായിരുന്നു, ഞങ്ങൾ ഇട്ടിട്ട് വന്ന ഡ്രസ്സുകളും അവളുടെ കുഞ്ഞുടുപ്പുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ അലക്കിയിട്ട് അമ്മ പോകുമ്പോഴത്തേന് എന്ന് പറഞ്ഞിട്ടേ. അപ്പോൾ അമ്മ കഴിച്ചുകൊണ്ടിരിക്കണ സമയത്താണ് ഞാൻ തുണിയൊക്കെ അലക്കാൻ വന്നത് കേട്ടോ. കാരണം അവൾ ഇനി അഥവാ എണീച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ അടുത്ത് ആരും ഇല്ലെങ്കിൽ അവൾ പേടിച്ചാലോ എന്ന് വിചാരിച്ചിട്ട്, ഞാനും അവൾ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ ആ സമയം കൊണ്ട് അമ്മേനോട് വേഗം പറഞ്ഞു, ഞാൻ നീ കുഞ്ഞുടുപ്പ് 4 കുഞ്ഞുടുപ്പുകളും പിന്നെ ഞാൻ ഇട്ട് വന്ന ഡ്രസ്സ് മാത്രമേ ഉള്ളൂ അലക്കാൻ. അപ്പോൾ അതൊന്ന് അലക്കിയിടട്ടെ എന്ന് വിചാരിച്ചിട്ട് വേഗം വന്നതാണ്. അപ്പോൾ അമ്മ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താട്ടോ ഞാൻ വന്നത്. അപ്പം അങ്ങനെ കുറേ ദിവസമായി അമ്മ പറയണു കേട്ടോ, വായോ കുട്ടിയെ വായോ, എന്താ അങ്ങനെ വേറെ ആരും ഇല്ലല്ലോ ഇങ്ങനെ ഒന്ന് സംസാരിക്കാനോ മിണ്ടാനൊക്കെ. അപ്പം അന്ന് ഞാൻ ക്രിസ്മസിന് വന്ന് പോയതിന് ശേഷം ചെറിയ അനിയത്തിയും പിന്നെ ഒരാഴ്ചയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവളും കുട്ടിയും പോയിട്ട് ഇപ്പോൾ 1 മാസം ആവാനാവണു. ഞങ്ങൾ പോയിട്ട് 1 മാസം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അമ്മ ഒറ്റയ്ക്കല്ലേ, ഒന്ന് മിണ്ടിയും പറയാനൊന്നും ആരുമില്ല. ഇടയ്ക്കൊക്കെ പിന്നെ ഈ ഷുഗറൊക്കെ കൂടിയ ഇടയ്ക്കൊക്കെ ഒന്ന് വന്നിട്ട് പോയി എന്നല്ലാണ്ട് അത് ഞാൻ വന്നില്ല കേട്ടോ. വലിയ അനിയത്തിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഇതാ അമ്മ കുറേ ദിവസമായി കുട്ടീനെയും കാണണം, കുട്ടിയുടെ കളി കാണാൻ തോന്നുന്നു എന്നൊക്കെ പറഞ്ഞിട്ടേ. അപ്പം അങ്ങനെ അമ്മ വരാൻ പറഞ്ഞിട്ട് അങ്ങനെ പെട്ടെന്ന് വന്നതാട്ടോ. അപ്പം ഇനി എന്തായാലും ഇവിടെ 2-3-4 ദിവസം ഇവിടെ ഉണ്ടാവും. അപ്പം ഇനി അടുത്ത ദിവസം 2-3-4 ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ രാജേഷേട്ടൻ്റെ വീട്ടിൽ അവിടെ അടുത്ത് കാവിൽ വിളക്ക് തുടങ്ങുകയൊക്കെയാണ്. അപ്പോൾ അതിന് എന്തായാലും നമ്മൾ മാറി കിടക്കണമെന്ന് ശരിയല്ലല്ലോ, അങ്ങനെയൊക്കെ ഓരോ ചിട്ടകളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ ഇതാ ഞാൻ അലക്കലൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേനും അമ്മ പകുതി എത്തിയിട്ടുള്ളൂ കേട്ടോ ഞാൻ. അപ്പോഴത്തേന് അമ്മ ഇതാ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് പോയിട്ടോ. അപ്പം ഇനി ബാക്കി ഇനി അമ്മ പോയി ഏതായാലും ധോനി ബേബി ഉറങ്ങല്ലേ. നോക്കുമ്പോൾ വെള്ളം അടിക്കാൻ നോക്കുമ്പോൾ വെള്ളമില്ല കേട്ടോ, പൈപ്പിൽ വെള്ളമില്ല എന്ന് കണ്ടപ്പോൾ കുറച്ച് പാത്രങ്ങൾ, അവൾ കഴിച്ച പാത്രങ്ങളും പിന്നെ അതേപോലെ അമ്മ കഴിച്ച പാത്രങ്ങളും, ഞങ്ങൾ രാവിലെ ചായ കുടിച്ച എല്ലാ പാത്രങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. പാത്രങ്ങളൊന്നും കഴുകി വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചായയും കടി ആയപ്പോഴത്തേന് തന്നെ ചോറും ആയി. അപ്പോഴത്തേന് തന്നെ ധോനി ബേബിക്ക് കോറ അരച്ച് കഴിക്കാൻ കൊടുത്ത് അവളെ കുളിപ്പിച്ച് ഉറക്കിയപ്പോഴത്തേന് തന്നെ നേരെ സമയമായി. പിന്നെ കറണ്ടും ഇല്ല, മോട്ടർ ഇടാൻ നോക്കുമ്പോഴത്തേന് കേട്ടോ. പിന്നെ ഉച്ചയ്ക്ക് അമ്മ വന്നിട്ടാണ് പിന്നെ മോട്ടറൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ വെള്ളം വന്നത്. അപ്പോൾ അമ്മ പോണ സമയത്ത് ഒരു തുള്ളി വെള്ളം അങ്ങനെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ പ്ലാസ്റ്റിക് പാത്രത്തേക്ക് വെള്ളം അങ്ങനെ പിടിച്ചിട്ട്, നമ്മൾ ആദ്യമൊക്കെ ഇപ്പം ഇങ്ങനെ തന്നെ അല്ലേ മോറിയായിരുന്നു വെള്ളം പിടിച്ച് വെച്ചിട്ടൊക്കെ. അപ്പോൾ ഞാൻ വേഗം ഇനി ആ ഇച്ചിരി പാത്രങ്ങൾ അങ്ങനെ തന്നെ ഇടണ്ടേന്ന് വിചാരിച്ചിട്ടേ പെട്ടെന്ന് കഴുകി വെക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോസ് പുതിയതായിട്ട് ഒരുപാട് ഫ്രണ്ട്സ് കാണുന്നുണ്ട് കേട്ടോ. ആരും നമ്മളെ സപ്പോർട്ടൊന്നും ചെയ്യുന്നില്ല. ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യും, കൂടെ നിൽക്കും നിങ്ങളെയൊക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. പിന്നെ പ്രത്യേകിച്ച് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്താലേ നമ്മുടെ വീഡിയോ എല്ലാവരുടെ മുമ്പിലേക്ക് എത്തുള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഇതാ പാത്രം കഴുകിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓരോ തുള്ളി വെള്ളമുള്ളൂ കേട്ടോ വരുന്നത്. അപ്പം ഇന്നിപ്പോൾ എന്തായാലും നീ അമ്മ ഉച്ചയ്ക്ക് വരുമ്പോഴത്തേന് കുറച്ച് എന്തെങ്കിലും കറി ഉണ്ടാക്കണം. അമ്മ പറയണേ, അമ്മ ഒറ്റയ്ക്കാകുമ്പോൾ അങ്ങനെ കറികളൊന്നും അധികം ഉണ്ടാക്കില്ല, എന്തെങ്കിലും ഒരു ഉപ്പേരി വെക്കും, അല്ലെങ്കിൽ മോരെന്തെങ്കിലും ഉണ്ടെങ്കിൽ മോര് കൂട്ടിയിട്ട് അങ്ങനെ കഴിക്കാറാണ് പറഞ്ഞു. ഈ ഒറ്റയ്ക്ക് ഇപ്പോൾ എന്താ, ഇപ്പോൾ ഒറ്റയ്ക്ക് ഒരാൾക്ക് എത്ര കറി വെക്കും, അത് പിന്നെ ഉണ്ടാവും പിറ്റേ ദിവസത്തിന്. പിന്നെ കൂട്ടിയാൽ തന്നെ എത്ര കൂട്ടുക എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മയ്ക്ക് ഭയങ്കര കറി വയ്ക്കാൻ ഭയങ്കര മടിയാണ് എന്ന് പറഞ്ഞിട്ടേ. അപ്പം തലേ ദിവസം അമ്മ കുറച്ച് മാന്തള മീൻ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് അമ്മ വരുമ്പോഴത്തേന് എന്നാൽ അത് മാന്തൽ പുളി വെക്കാമെന്നൊക്കെ വിചാരിച്ച് കുറച്ച് പുളിയും വെള്ളത്തിലിട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെറിയുള്ളിയും അതേപോലത്തെ ഇഞ്ചിയും വെളുത്തുള്ളിയും തക്കാളിയൊക്കെ നുറുക്കി വെച്ചു കേട്ടോ ഞാൻ. പിന്നെ അങ്ങനെ അത് കഴുകി അങ്ങനെ നേരെ
ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചു. അപ്പോൾ നമ്മുടെ ഈ എണ്ണ കുടിച്ച് മയങ്ങിയ ചട്ടി കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചട്ടിയിൽ കറി വെക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഞാൻ അധികവും നമ്മൾ നമ്മുടെ വീഡിയോയിലൊക്കെ ഞാൻ പറയാറുണ്ടാവും കേട്ടോ. കാരണം ഭയങ്കര ഒരു വൈബാണ് കേട്ടോ ഈ ചട്ടിയിൽ കറി വെക്കുക എന്ന് പറഞ്ഞാൽ. കുഞ്ഞൊരു ചട്ടിയാണ്, പക്ഷേ നമുക്ക് കാണുമ്പോൾ ചെറിയ ചട്ടിയാണെങ്കിലും നമുക്ക് അത്യാവശ്യമൊക്കെ കറി വെച്ചാൽ ഒരു 4-5 പേർക്ക് അല്ലെങ്കിൽ ഒരു 5-6 ആൾക്കൊക്കെ കൂട്ടാനുള്ള കറി ഉണ്ടാവും കേട്ടോ. ഒരു നേരമൊക്കെ കൂട്ടാനോ അല്ലെങ്കിൽ ഒരു നേരം അല്ല എന്നാലും കുറച്ചും കൂടി അധികമൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് ഈ ചട്ടിയിൽ കറി വയ്ക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ചട്ടിയൊക്കെ ചൂടായി, എണ്ണ ഒഴിച്ചു, കടുകൊക്കെ ഇട്ട് പൊട്ടിയപ്പോഴത്തേനും ബാക്കിയുള്ളതെല്ലാം കൂടി ഒന്നിച്ച് നുറുക്കി വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അതെല്ലാം കൂടി ഒന്നിച്ചിട്ട് തന്നെ തട്ടിക്കൂട്ടി അങ്ങനെ ഒഴിച്ചു കേട്ടോ. പിന്നെ ഇതൊന്ന് മൂത്ത് വരണം. ഇനി അത് മൂത്ത് വരുന്നവരെ ഇനി അതിനിടയിൽ ഇനി ഒന്ന് പോയിട്ട് കറിവേപ്പില പറിച്ചിട്ട് വരണം കേട്ടോ. അപ്പോൾ ഇത് ഇളക്കിയും കൊണ്ട് നിന്നിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഇത് സാധാ നമ്മുടെ കത്തിക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടെന്നുണ്ടെങ്കിലും ആലുവടുപ്പ്, പക്ഷെ കത്തിക്കഴിഞ്ഞാൽ നല്ല ചൂടാണ്. അപ്പോൾ നമ്മൾ കൂടെ നിൽക്കണം. അപ്പോൾ നല്ല കനലുണ്ടെങ്കിൽ തന്നെ കരിഞ്ഞു പോവുള്ളൂ അടുപ്പത്ത് വെച്ചാൽ. അപ്പോൾ കൂടെ ഇളക്കി കൊണ്ടേ നിൽക്കണം കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഇനി ഉള്ളി ഒന്ന് വാടട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇനി അതിൻ്റെ ഇടയിൽ ഞാൻ കറിവേപ്പിലേക്ക് ഒന്ന് പറിക്കാൻ പോയി. കറിവേപ്പിലൊക്കെ ഒന്ന് പറിച്ച് വന്ന് 2 എണ്ണം അതിലേക്ക് തൂവിയിട്ടാ. അപ്പോൾ ഇനി ആദ്യം ഞാൻ ഉലുവ ഇട്ടത് കേട്ടോ, കടുകിന് പകരം. സോറി, ഞാൻ ആദ്യം കടുക് എന്നാണ് പറഞ്ഞു തോന്നുന്നുണ്ട് കേട്ടോ. ഞാൻ ഉലുവയാണ് ഇട്ടത് കേട്ടോ. അങ്ങനെ ഉലുവ പൊട്ടിയിട്ടാണ് ബാക്കിയുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അങ്ങനെയുള്ള ചെറിയ ഉള്ളിയൊക്കെ ഇട്ടത് കേട്ടോ. ഇനി കുറച്ച് പുളി ഒഴിക്കണം. പുളി ഞാനിപ്പോൾ കുറച്ചെടുത്തുള്ളൂ. അതേപോലെ ഒരു ചെറിയ കുഞ്ഞി തക്കാളിയായിട്ട് എടുത്തത്. കൂടുതൽ ആളൊന്നും ഇല്ലല്ലോ, ഞാനും അമ്മയും മാത്രമല്ലേ ഉള്ളൂ കഴിക്കാൻ. അപ്പോൾ കുറച്ച് കറി മതിയല്ലോ ഞങ്ങൾക്ക് 2 പേർക്കും കൂടി. അപ്പം അങ്ങനെ ഉള്ളിയും പച്ചമുളകൊക്കെ വാടി വന്ന സമയത്ത് തക്കാളി, ഒരു കുഞ്ഞി തക്കാളി ഞാൻ നുറുക്കി വെച്ചായിരുന്നു. അപ്പോൾ അതും കൂടി ഇട്ടു കേട്ടോ. ഇനിയിപ്പോൾ അതൊന്ന് വഴണ്ടി നല്ല എണ്ണ തെളിഞ്ഞ് വരുന്ന സമയത്ത് വേണം നമ്മുടെ പൊടികളൊക്കെ ചേർക്കാൻ കേട്ടോ. ആ പൊടികളൊക്കെ ചേർത്ത് മൂത്ത് വരുമ്പോഴാണ് ഇനി നമ്മൾ പുളി ഒഴിക്കേണ്ടത്. ഞങ്ങളിവിടെ പാലക്കാട് സ്റ്റൈലിൽ ഇങ്ങനെയായിട്ട് ഉണ്ടാക്കാറ്. അപ്പോൾ നിങ്ങളൊക്കെ എങ്ങനെ മീൻ പുളി വെക്കുക എന്നുള്ളതൊക്കെ കമൻറ്റ് ചെയ്യുകൊണ്ട് കേട്ടോ. കാണുന്നവരാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, നമ്മുടെ ഫ്രണ്ട്സുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണേ. അപ്പോൾ നമുക്കും അതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെ തക്കാളിയൊക്കെ വാടി വന്ന സമയത്ത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതേപോലെ മല്ലിപ്പൊടി ഞങ്ങൾ അധികം ഇടില്ല കേട്ടോ. ഞങ്ങൾ അധികം കോട്ടയം സ്റ്റൈലിൽ അങ്ങനെ മല്ലിപ്പൊടി അധികം ഇടാതെ വെക്കാറ്. എന്നാൽ ചിലപ്പോൾ ഞാൻ ചാറ് കുറുക്കുണ്ടാവട്ടെ എന്നൊക്കെ വിചാരിച്ച് ചിലപ്പോൾ ഞാൻ കുറച്ച് മല്ലിപ്പൊടിയൊക്കെ ഇടാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ മല്ലിപ്പൊടിയൊക്കെ ഇട്ടു, ഒരു നുള്ളു മല്ലിപ്പൊടി ഇട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ അതിൻ്റെ കൂടെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് അങ്ങനെ ഇനി ഈ മുളകും മഞ്ഞളും ഇതൊക്കെ ഒന്ന് വഴഞ്ഞ് എണ്ണ തെളിഞ്ഞ് വരുന്ന സമയത്ത് പുളിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് പുളി തിളച്ച് വരുമ്പോൾ നമുക്ക് മാന്തള മീൻ ഇടാം കേട്ടോ. അപ്പം അങ്ങനെ അതൊക്കെ വാടി വന്നിട്ടുണ്ട്. ഇനി പുളി ഞാൻ അവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ അരിച്ച് പെറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുരുവൊക്കെ കളഞ്ഞ് അങ്ങനെ അരിച്ച് വെച്ച പുളി അതിലേക്ക് ഒഴിച്ചു കേട്ടോ. പിന്നെ ഇതൊന്ന് തിളച്ച് വരട്ടെ, എന്നിട്ട് വേണം നമുക്ക് മാന്തള മീൻ ഇടാനും. കുറച്ച് വെള്ളം വെക്കുന്നുള്ളൂ പറഞ്ഞില്ലേ, ഒരുപാട് വെള്ളത്തിൽ വെച്ചിട്ടുണ്ടെങ്കിലും ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് ഞങ്ങൾ വന്നു പറഞ്ഞപ്പോൾ തന്നെ ഭയങ്കര സന്തോഷം. പിന്നെ അമ്മയ്ക്ക് രാവിലെ ആകുമ്പോൾ ഈ വെയിലൊക്കെ കൊണ്ടിട്ട് നമുക്ക് ഇനിയിപ്പോൾ വലിയ ഭാരപ്പെട്ട പണിയില്ല എന്നുണ്ടെങ്കിലും പാവാമ്മ തൊഴിലുറപ്പിനൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് രാവിലെ എണീക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. പാവം കാല് വേദനയും മുട്ട് വേദനയും എന്നൊക്കെ പറഞ്ഞിട്ടേ എണീക്കാൻ വയ്യ. ഷുഗറൊക്കെ ഉള്ളത് കൊണ്ടൊക്കെ ഉണ്ട് അതിൻ്റേതായ ബുദ്ധിമുട്ട്. അപ്പോൾ ഞാൻ വന്നു പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം. എന്തെങ്കിലുമൊക്കെ വരുമ്പോഴത്തേനും എന്തെങ്കിലും ഉണ്ടാക്കി വെക്കുകയും ചെയ്യും. രാവിലെ നമ്മുടെ കൂട്ടത്തിലൊക്കെ ഒന്ന് സഹായിക്കാനൊക്കെ ഒരാളായാലോ എന്നൊക്കെ പറഞ്ഞിട്ടേ. അപ്പോൾ അങ്ങനെ നമ്മൾ പുളിവെള്ളം തിളച്ച് വന്ന സമയത്ത് മാന്തള മീനൊക്കെ തട്ടിയിട്ടാ. മാന്തള മീൻ ഇനി വെന്ത് വന്നാൽ നമുക്ക് നമ്മുടെ ചാറ് ഇറക്കാനാവും കേട്ടോ. 2-3 തിളയ്ക്കുമ്പോഴത്തേന് തന്നെ അത് വെന്ത് വരും. കാരണം ഒരുപാട് വേവൊന്നുമില്ലല്ലോ, ഉണക്കമീനല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അതേപോലെ അമ്മ ഉച്ചയ്ക്ക് വന്ന് വെള്ളമടിച്ചൊക്കെ വന്നപ്പോഴത്തേക്കും കുറച്ച് വൈകി കേട്ടോ. എന്നിട്ട് അമ്മ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക.